പ്രതിപക്ഷ ഉപനേതൃ പദവി ആവശ്യപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാൻ LDF. കടുത്ത നിലപാടുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വീണ്ടും രംഗത്തെത്തിയതോടെ ഈ മാസം വീണ്ടും യോഗം ചേരും. യോഗം വിളിക്കാൻ തടസ്സമില്ലെന്ന് ബിനോയ് വിശ്വവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശാലിനി ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ശാലിനി, വെരി ഗുഡ് മോർണിംഗ്, ശുഭദിനം നേരുകയാണ്. ഈ CPM പോര് നാളുകളായി ഇങ്ങനെ കനക്കുകയാണ്. എപ്പോഴും CPM ഒരു വര വരയ്ക്കുന്നു, CPI അവിടെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. CPI ആ വര മറികടക്കുമോ? എന്താകും CPI യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്ന കാര്യങ്ങൾ? അശ്വതി KP, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്നാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പടലപ്പിണക്കങ്ങൾ ഇങ്ങനെ കാര്യമായി തന്നെ മുന്നണിക്കുള്ളിൽ തുടരുകയാണ്. അത് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അതൊരു തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയും LDFിലെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം മുന്നണിക്കുള്ളിൽ തുടരുന്നത്. ആ തർക്ക പരിഹാരം നടത്താൻ പലകുറി ചർച്ചകൾ നടത്തി. ആ ചർച്ചകൾ ഫലം കാണാതെ പോയി. അതിനുശേഷം ഇന്നലെയും CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അതിനുശേഷം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്ക് മനസ്സിലാകുമായിരുന്നു. ശരീരഭാഷയിൽ തന്നെ CPMലെ മുതിർന്ന നേതാക്കന്മാരോടുള്ള എതിർപ്പ്, ഒപ്പം തന്നെ മുന്നണിയിലെ വിഭാഗീയതയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാലും അടിയന്തരമായൊരു യോഗം ചേരണം, ഇക്കാര്യത്തിലൊരു തീരുമാനം വേണമെന്നുള്ളതാണ് CPIയുടെ നിലപാട്. CPMും സമാനമായി തന്നെ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന യോഗങ്ങൾക്ക് പിന്നാലെ അടിയന്തരമായി തന്നെ യോഗം ചേരാൻ CPMും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 17-ാം തീയതി യോഗം ചേരാനാണ് ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷം പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന കാര്യത്തിൽ ഒരു വ്യക്തത തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 17-ാം തീയതി നടക്കുന്ന യോഗത്തിൽ തീരുമാനമായില്ല എങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിലേക്കും രാഷ്ട്രീയ തർക്കങ്ങളിലേക്കുമായിരിക്കും CPMും CPIയും പോവുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം പുതിയ സർക്കാർ അധികാരത്തിലേറി ഏകദേശം മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് എന്നുള്ള പ്രഖ്യാപനം വന്നു. പല കാര്യങ്ങളിലും തീരുമാനങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ CPIക്ക് ആ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം എന്നുള്ളതാണ് പറയുന്നത്. തങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്, തർക്കത്തിനോ അല്ലെങ്കിൽ കടുംപിടുത്തത്തിനോ അല്ല തങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് CPI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പക്ഷേ അതൊന്നും വകവെക്കാതെയാണ് CPMന്റെ കുത്തകയാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവും എന്നുള്ള ഒരു പിടിവാശി CPMന്റെ മുതിർന്ന നേതാക്കന്മാർ തുടരുന്നതോടുകൂടിയാണ് ഈ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും UDFനെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പറഞ്ഞത് വ്യക്തമാണ്. എന്തായാലും പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അത് രൂക്ഷമാവുകയാണ്. CPI CPM പോര് അത് അടുത്ത ഘട്ടത്തിൽ എങ്ങനെ? അതെ.